വസ്തു ആവേയും മരിയ. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജന്മത്തിനാളിലെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ദൈവം മനുഷ്യനെ തേടി വന്ന ദിനമാണ് ക്രിസ്തുമസ്. ദൈവസ്നേഹത്തിന്റെ അടയാളമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുത്തൻ ഉണർത്തുപാട്ടുമായി 2025 ക്രിസ്മസ് ആഗതമാകുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു ഇടമില്ലാത്തവന്റെ ഇടമായി ലോകരക്ഷകനായി ഉദയം ചെയ്തു. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മെ ഒരു കുടുംബമായി ഒന്നിപ്പിക്കുന്ന ദൈവസ്നേഹത്തിന്റെയും ദൈവമക്കളുടെയും ആനന്ദഗീതമാണ്. ലോകത്തിൽ സന്മനസ്സുള്ളവർക്കാണല്ലോ സമാധാനം ആസ്വദിക്കുവാൻ സാധിക്കുക. ഓരോ വർഷവും കടന്നു വരുന്ന ഈ ക്രിസ്മസ് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് നമ്മെ ഒരു ആത്മീയ യാത്രയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പുത്തൻ ഉണർവാണ്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന കുടുംബജീവിതത്തിലെ വെല്ലുവിളികൾ വിദ്വേഷം, ദാരിദ്ര്യം, ഒറ്റപ്പെടൽ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, ശത്രുത തുടങ്ങി എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് ബെത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ ഭിന്നതകളും അനീതിയും കലഹങ്ങളുമൊക്കെ നിറയുമ്പോഴും ജീവിതം തന്നെ പ്രത്യാശയിലേക്ക് നോക്കിക്കാണുവാൻ ദൈവത്തിന്റെ കരുണയുടെ മുഖവും ആവോളം അനുഭവിക്കുന്ന ക്രിസ്തുമസ് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ജെറുസലേമിലേക്കൊന്ന് പോകാം, അവിടെ ക്രിസ്തുവുണ്ട്. ബെത്ലഹേമിലേക്കും പോകാം, അവിടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കും. കാലിത്തൊഴുത്തിലേക്കും യാത്ര ചെയ്യാം, അവിടെ ദൈവം ജനിച്ച ലാളിത്യത്തിന്റെ ജീവിതത്തെ ദർശിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്നതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ സ്നേഹമുള്ളവരാകുവാൻ, പ്രത്യാശയുള്ളവരാക്കുവാൻ, പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്കും ക്രിസ്തുമസ് ആഘോഷിക്കാം. മനുഷ്യന്റെ ആത്മാവിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ്, ചാലകമാണ് പ്രത്യാശ. ക്രിസ്തു എന്നിലും നിന്നിലും അപരനിലും രൂപപ്പെടാൻ നാം ഒരുങ്ങണം. ഹൃദയത്തിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ അതിനായി നമുക്ക് വെണ്മയുള്ളതാക്കി തീർക്കാം, വിശുദ്ധീകരിക്കാം. എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറമനസ്സോടെ പരസ്പരം ക്രിസ്തുമസ് ആശംസകൾ നേരാം. മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞ വള്ളുവശ്ശേരി കുടുംബാംഗങ്ങളെ, ക്രിസ്മസ് മനുഷ്യമഹത്വത്തിൻ്റെ തിരുനാളാണ്. മനുഷ്യകുലത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം മഹിമ വെടിഞ്ഞ് മനുഷ്യരിൽ ഒരാളായി ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നു. ആദ്യ നൂറ്റാണ്ടിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഒറിജിൻ പറഞ്ഞു, മനുഷ്യൻ ദൈവമാകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നത് എന്ന്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രമാണരേഖകളിൽ ഒന്നായ ഗൗഡിയം എറ്റ് സ്പെസ്, സന്തോഷവും പ്രത്യാശയും സഭ ആധുനിക യുഗത്തിൽ എന്ന രേഖയിൽ 22-ാം ഖണ്ഡികയിൽ നാം വായിക്കുന്നു, മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഓരോ മനുഷ്യനുമായി താദാത്മ്യം പ്രാപിക്കുകയായിരുന്നു എന്ന്. ദൈവം മനുഷ്യനുമായി താദാത്മ്യം പ്രാപിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നവരിൽ, ഇടപഴകുന്നവരിൽ
ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ക്രിസ്മസിൻ്റെ അത്യുദാത്തമായ ഒരു ഉൾക്കാഴ്ച ഇതാണ്. ദൈവം മനുഷ്യനായി തീർന്നതിലൂടെ മനുഷ്യൻ്റെ മഹത്വം ഉയർത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഇടപഴകുന്നവരിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനും തദനുസരണം പ്രവർത്തിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിലെ ഉണ്ണിയീശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രിയ വള്ളൂശ്ശേരി കുടുംബാംഗങ്ങളെ, പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹം പങ്കുവയ്ക്കലിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. യേശു എളിമയുടെ പ്രതീകമായി ബത്ലഹമിലെ പുൽത്തൊഴുത്തിൽ പിറന്നു വീണപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശം മാലാഖമാരും തങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന പ്രഘോഷണമായി ആട്ടിടയന്മാരും വളരെ ആഴമുള്ള സന്ദേശങ്ങളാണ് നമുക്ക് നൽകിയത്. ആ ഹൃദയവിശുദ്ധിയുള്ളവരായി തീർന്ന ആട്ടിടയന്മാരെ പോലെ നാമും ഹൃദയവിശുദ്ധിയുള്ളവരായി തീർന്ന് ഈ 2025 ക്രിസ്മസ് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നമുക്കൊരു രക്ഷകൻ പിറന്നു എന്നുള്ള പ്രത്യാശയോടെ ആഘോഷിക്കാം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. Merry Christmas and Happy New Year to all. ഈശോയുടെ വരവിനായി കാത്തിരിക്കുന്ന ഈ ആഘോഷവേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വീഴ്ചകൾ വന്ന് ഭവിക്കാറുണ്ട്. അത്തരം ഘട്ടങ്ങളെ നാം പ്രതിസന്ധി എന്ന് പറയും. പ്രതിസന്ധി പല രൂപത്തിലാണ് പലർക്കും ഉണ്ടാവുക. ചിലർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അപ്രതീക്ഷിതമായ രോഗം നിമിത്തം സംഭവിക്കാം. ചിലർക്ക് ഇഷ്ടപ്പെട്ട ഭവനത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് മുമ്പ് ഉണ്ടാകുന്ന കടുത്ത സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പ്രതിസന്ധി നേരിടാം. ഏതുവിധത്തിലുള്ള പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ മനസ്സുലയുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ വന്നുപെടാറുണ്ട്. പ്രതിസന്ധി എന്ന വാക്കിന് ക്രൈസിസ് എന്ന ഇംഗ്ലീഷ് പദമാണ് സാധാരണ കേൾക്കാറ്. ക്രൈസിസും ക്രൈസ്റ്റും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള ജീവിതം നിരവധി പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതകാലത്ത് അദ്ദേഹം ലോകത്തിനായി നൽകിയ ഉദ്ബോധനങ്ങൾ മിക്കവാറും പ്രതിസന്ധി നിറഞ്ഞ ജീവിതങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. പത്രോസ് യേശുവിനെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. രാവ് മുഴുവൻ വലയിട്ടിട്ടും ഒരു മീൻ പോലും ലഭിക്കാതെ നാളെ എന്ത് ചെയ്യും എന്ന ഉത്കണ്ഠയുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് യേശു പത്രോസിന് പ്രത്യക്ഷനാകുന്നത്. പത്രോസ് പറഞ്ഞു, രാവ് മുഴുവൻ വലയിട്ടതാണ്, ഒരു മീൻ പോലും കിട്ടിയില്ല. യേശു പറഞ്ഞു, നീ ഇവിടെ വലയിട്ടുകൊള്ളുക. ആ വല നിറയെ മീൻ കിട്ടി. ഇതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. പ്രതിസന്ധിയുടെ നടുവിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കും. ഇതാണ് ക്രിസ്മസിൻ്റെ പൊരുൾ. യേശുക്രിസ്തു ലോകത്ത് അവതീർണനായത് മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്നും അവൻ്റെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും അവൻ അപ്രതീക്ഷിതമായി നേരിടുന്ന ദുര്യോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. 1223 ആദ്യത്തെ ക്രിബ് ഉയരുന്നത്. അത് ഫ്രാൻസിലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ തലേവർഷം ഇറ്റലിയിൽ 1222 ഒരു കൊച്ചു സംഭവം ഉണ്ടായി. ഇറ്റലിയിലെ ജനങ്ങൾ അന്ന് ഉണ്ണിയേശുവിൻ്റെ രൂപം പുറത്തെടുത്തു വയ്ക്കും. ഫ്രാൻസിസ്കോ, ലയോ എന്നിങ്ങനെ 2 കുട്ടികൾ ചേർന്ന് ഉണ്ണിയേശുവിൻ്റെ രൂപം പുറത്തെടുത്തു വെച്ചു.
അത് 24-ാം തീയതിയായിരുന്നു. 25-ാം തീയതി രാവിലെ വന്ന് നോക്കുമ്പോൾ ക്രൈസ്റ്റിൻ്റെ രൂപം കാണുന്നില്ല. ഫ്രാൻസിസ്കോ വിളിച്ചു പറഞ്ഞു, മൈ ക്രൈസ്റ്റ് ഈസ് മിസ്സിങ്. ഒരു വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു. എൻ്റെ ക്രിസ്തുവിനെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. അന്ന് ഫ്രാൻസിസ്കോ ഒരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഉണ്ണിയേശുവിനെ ചേർത്ത് വയ്ക്കും. ആ വീട്ടിൽ മറ്റൊരു രൂപം കൂടി ഉണ്ടായിരുന്നു. ആ ഉണ്ണിയേശുവിനെയും വഹിച്ചുകൊണ്ട് ഫ്രാൻസിസ്കോ ആ രാത്രി മുഴുവൻ പുറത്ത് കിടന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ട ലെയോ വീട്ടിൽ നിന്ന് പതിയെ ഉണർന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് ഫ്രാൻസിസ്കോയെ നോക്കി. ഫ്രാൻസിസ്കോ ഉണ്ണിയേശുവിനെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കിടക്കുകയാണ്. അതാണ് ആദ്യത്തെ ലൈവ് ക്രിസ്മസ് എന്നാണ് പറയുന്നത്. ആ രൂപം തിളങ്ങുന്നത് പോലെ ഫ്രാൻസിസ്കോയുടെ കണ്ണുകളും തിളങ്ങുന്നത് ലെയോ വായിച്ചെടുത്തു. ലെയോ പറഞ്ഞു, നിന്റെ കണ്ണുകൾക്ക് എന്ത് തിളക്കമാണ്, ഉണ്ണിയേശുവിനെ പോലെ തന്നെ തോന്നുന്നു നിന്നെയും. ഇതാണ് പ്രതിസന്ധിയെ ഏറ്റവും ആത്മാർത്ഥമായി നേരിടുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവം. ക്രിസ്തു അവരിലേക്ക് കടന്നു വരികയാണ്. ക്രിസ്തുവിൻ്റെ കണ്ണിൻ്റെ തിളക്കവും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയും അവരുടെ ജീവിതത്തെ നിറയ്ക്കുകയും അവരെ പ്രതിസന്ധികളിൽ നിന്ന് സാവധാനം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്കുള്ള മുന്നേറ്റമാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസം നമ്മിൽ എല്ലാവരിലും നിലനിൽക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകളും സ്നേഹവും നിങ്ങൾക്ക് ഏവർക്കും നേർന്ന് ഞാൻ നിർത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സൽമനസ്സുള്ളവർക്ക് സമാധാനം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ. വള്ളുവശ്ശേരി കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. 2025 എന്ന് വെച്ചാൽ ജൂബിലി വർഷമാണ്. ഉണ്ണിയേശു ബത്ലഹേമിൽ പൂജാതനായിട്ട് 2025 വർഷം പിന്നിടുന്നു. ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. യേശു ക്രിസ്തു ഉണ്ണിയേശുവായി ഭൂമിയിൽ പൂജാതനായപ്പോൾ നമുക്ക് തന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും ഒരു സന്ദേശമാണ്. എല്ലാവരും സ്നേഹത്തോടും സമാധാനത്തോടും കരുണയോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഉണ്ണിയേശു ഭൂമിയിൽ പൂജാതനായപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെ നമുക്കെല്ലാവർക്കും സന്മനസ്സുള്ളവരായിട്ട് മാറാം. അപ്പോൾ എല്ലായിടത്തും സമാധാനവും സന്തോഷവും ഇവിടെ ഉണ്ടാവും. ഉണ്ണിയേശുവിൻ്റെ ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. അതിനുശേഷവും എല്ലാവരും സന്മനസ്സുള്ളവരായിട്ടും സമാധാനമായിട്ടും ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. We wish you all a Merry Christmas and a Happy New Year. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും സന്തോഷം നമ്മിലും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അഹങ്കാരമില്ലായ്മയുടെയും ഒരു പൊതുപ്പിറവി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle bells, jingle all the way.
Shake
Thank you.
നിഷ്കളമാം ജീവനിൽ ദിവ്യകാരിൽ പേരിറങ്ങി നിസ്തുലമായി പോവണില്ല. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. Yeah.